ഇതിൻ്റെ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്നും അനീഷ് ആൻ്റണി ചേരുന്നുണ്ട്. അനീഷ്, തൃശ്ശൂരിലെ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലെ തളിക്കുളം വാർഡിലാണ് പ്രധാനമായും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എന്തൊക്കെയാണ് അവിടുത്തെ വിവരങ്ങൾ? കമലേഷ്, തൃശൂർ ജില്ലയിലെ രണ്ടിടങ്ങളിലേക്കാണ് ഇന്നലെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഒന്ന് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലേക്കും അതുപോലെ തന്നെ കടങ്ങോട് പഞ്ചായത്തിലെ ചിറ്റിലങ്ങോട് 14-ാം വാർഡിലേക്കുമായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഇതിന്റെ വോട്ടെണ്ണൽ ഇന്ന് ആരംഭിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടിടങ്ങളിലും LDF വൻ വിജയം നേടിയ സീറ്റുകളാണ്. LDFന്റെ സിറ്റിംഗ് സീറ്റുകളാണ് ഈ രണ്ടിടങ്ങളിലും. ഈ രണ്ടിടങ്ങളിലും വിജയ പരാജയങ്ങൾ ഒരിക്കലും ഭരണ പ്രതിസന്ധി സൃഷ്ടിക്കില്ല എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. തളിക്കുളം ബ്ലോക്ക് ഡിവിഷനിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ CPM-ലെ വി കലയാണ് LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. CPM-ലെ മിനി മുരളീധരനെ യോഗങ്ങളിൽ പങ്കെടുക്കാത്തതിനെ തുടർന്ന് അയോഗ്യയാക്കിയ സാഹചര്യത്തിലാണ് തളിക്കുളത്ത് ഉപതെരഞ്ഞെടുപ്പ് ഇന്നലെ നടന്നത്. ഷീജ രാമചന്ദ്രനാണ് UDFന്റെ സ്ഥാനാർത്ഥി. ശ്രീരേഖ ദിലീപാണ് BJPയുടെ സ്ഥാനാർത്ഥി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF 1172 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചാണ് ഈ തളിക്കുളം ബ്ലോക്ക് ഡിവിഷൻ സീറ്റ്. അതുപോലെ തന്നെ രണ്ടാമത്തേത് എരുമപ്പെട്ടി കടങ്ങോട് പഞ്ചായത്ത്, നേരത്തെ പറഞ്ഞ പോലെ 14-ാം വാർഡായ ചിറ്റിലങ്ങോട് വാർഡിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഇവിടെ CPM-ലെ MK ശശീന്ദ്രനാണ് LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത്. LDF-ലെ KP സുനിൽ ഇവിടെ അന്തരിച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. PM സുകേഷാണ് UDFന്റെ സ്ഥാനാർത്ഥി. രാജേഷ് ചിറ്റിലങ്ങോട് BJP സ്ഥാനാർത്ഥിയുമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF ഇവിടെ 314 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയ വാർഡ് കൂടിയാണിത്. 79.95% പേർ ഇന്നലെ സമ്മതിദാനാവകാശം ഇവിടെ വിനിയോഗിച്ചു. രണ്ട് ബൂത്തുകളിലായി ആകെ 1411 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 1114 പേരും വോട്ട് രേഖപ്പെടുത്തി. എയ്യാനമ്പലം അംഗനവാടി അതുപോലെ ചിറ്റിലങ്ങോട് അംഗനവാടി എന്നീ രണ്ട് ബൂത്തുകളായിട്ടായിരുന്നു ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നത്. ഇവിടുത്തെ വോട്ടെണ്ണൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലാണ് ഇപ്പോൾ നടക്കുക. നിലവിൽ ഈ രണ്ട് സ്ഥലങ്ങളിലും വ്യക്തമായ ഭൂരിപക്ഷം ഉള്ളതിനാൽ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഭരണത്തെ ബാധിക്കില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കമലേഷ്, അനീഷ്, ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറിയോ അല്ല അത്തരത്തിൽ എന്തെങ്കിലും ഒരു സാഹചര്യമുണ്ടോ, അതോ നേരത്തെ ഉണ്ടായിരുന്ന തരത്തിൽ കൃത്യമായി LDFന് തന്നെ വിജയിക്കാൻ കഴിയുന്ന സാഹചര്യമാണോ ഉള്ളത് ഈ രണ്ട് വാർഡുകളിലും? നിലവിൽ ഇവിടെ അട്ടിമറി സാഹചര്യം ഒന്നും തന്നെ കാണാൻ ഈ രണ്ടിടങ്ങളിലും മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെയാണ് ഇപ്പോൾ CPM ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ഒരു സീറ്റ് ഇപ്പൊ ഈ കടങ്ങോട് പഞ്ചായത്തിലെ ഈ വാർഡിൽ നടക്കുന്ന സീറ്റിൽ ഇപ്പോൾ വിജയ പരാജയങ്ങളൊന്നും തന്നെ ഭരണത്തെ ബാധിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കമലേഷ്, വ്യക്തമാണ് അനീഷ്. തൃശ്ശൂരിൽ കൃത്യമായി നേരത്തെ ഉള്ളതുപോലെ തന്നെ വലിയ അട്ടിമറിയൊന്നും പ്രതീക്ഷിക്കുന്ന തരത്തിലല്ല ഇതിൻ്റെ വോട്ടെണ്ണൽ എന്ന നിലയിലാണ് അനീഷ് ആൻ്റണി റിപ്പോർട്ട്